ഒരു മുറൈ വന്ന് പാർത്തായാ നീ ഒരു മുറൈ വന്ന് പാർത്തായാ ജന്മനും നീ അറിந்தாயோ ഒരു മുറൈ വന്ന് പാർത്തായാ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കണ്ട. തൊള്ള തുറക്കാണ്ട് പാട്ട് വരുമോ? ദേ ഇങ്ങനെ എല്ലാ ദിവസവും പാട്ടും കേട്ട് ഇറങ്ങി വരാൻ എനിക്ക് പറ്റില്ല. ആരെങ്കിലും അറിഞ്ഞ ആകെ പൊല്ലാ പോവും. എടി സംഗതി നീ ഇവിടുത്തെ വേലക്കാരിയും ഞാൻ അവിടുത്തെ വേലക്കാരനുമാണെങ്കിലും ഒരു കാര്യം നീ ഓർക്കണം, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, നീ ഒരു ഇന്ത്യൻ പൗരൻ. ഒരു ഇന്ത്യൻ പൗരന് ഒരു ഇന്ത്യൻ പൗരിക്കും പ്രേമിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് മഹാത്മാഗാന്ധി അന്ന് മേടിച്ചു തന്നത്. അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു. അയ്യോ സാറും ചേച്ചി വന്നു. അപ്പുറത്ത് ലൈറ്റ് കാണുന്നുണ്ട്. ഗാനമേള കഴിഞ്ഞ് ഭാഗവതം എത്തിയെന്നാ തോന്നണേ. ബാലു ഭാഗവതരെ അകത്തോണ്ട് വയ്ക്കേ. ഗാനമേള ഇന്ന് എവിടെയായിരുന്നു പറഞ്ഞ്? ടൗൺ ഹാളിൽ. ടിക്കറ്റ് ചാർജ് എത്രയാന്ന് പറഞ്ഞ്? 500, 250, 150. കല്യാണത്തിനൊന്നും എല്ലാവരും ടിക്കറ്റ് എടുത്ത കണ്ടേ അല്ലേ? അല്ല അത് പിന്നെ ചമ്മാതെ. ഞാനല്പം ചായ എടുക്കാം, ചമ്മല് മാറ്റാൻ നല്ലതാ. എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട. നീ ഇതെങ്ങനെ അറിഞ്ഞു? പത്രപ്രവർത്തനല്ലേ മോനെ, ഈ നാട്ടിൽ എന്ത് നടന്നാലും അത് ഈ ചെവി കൂടെ ഒന്ന് കയറിയിട്ടേ പോകൂ. എടാ പോത്തെ, ഇങ്ങനെ കല്യാണ വീട്ടിൽ ഗാനമേളയും നടത്തി നടന്നാൽ മതിയോ? സ്ഥിരമായിട്ട് എടുത്ത് കയറി കൂടണ്ടേ? പത്ര ഓഫീസിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, നീ ഒരു അപ്ലിക്കേഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നതാ. ജോലിക്കൊന്നും പോകാൻ പറ്റില്ലടാ, അമ്മ സമ്മതിക്കൂല. നിനക്കറിയാലോ എന്നെ ഒരു വലിയ പാട്ടുകാരനാക്കിക്കൊള്ളാന്ന് അമ്മ നേർച്ച നടന്നിരിക്കുക. അപ്പൂപ്പ മഷിയിട്ട് നോക്കി പ്രവചിച്ചതാ ഞാനൊരു വലിയ ഗായകനാകുന്നു. അന്ന് തൊട്ട് തുടങ്ങിയതാ എന്റെ ഈ കണ്ടകശനി. നിന്റെ അപ്പൂപ്പൻ ഒരു ഒറ്റയാളാ നിന്റെ വീട്ടിലെ എല്ലാ കുഴപ്പത്തിനും കാരണം, ശാകുനി മൂപ്പില്. ഇറങ്ങ. ആ വന്നല്ലോ, പോയി പറയണ. വാ അകത്തേക്ക്. മാളവികേ, അവര് കുഞ്ഞുമായിട്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ഇപ്രാവശ്യം നീ ആരതി എടുക്ക്. ആരതി മാത്രമാക്കണ്ട, കൊട്ടും കൊരവയും താലപ്പൊലിയും ഒക്കെ ആവാം. അതെ, ഭഗവാന്റെ അവതാരത്തല്ലേ കൊണ്ടുവന്നിരിക്കണത്. അമ്മ അത് വേണ്ട വേണ്ട, ഇനി അമ്മയെന്നും അച്ഛാന്നും ഒക്കെ വിളിച്ചോണ്ട് ഇതിനകത്തേക്ക് വരണ്ട. എന്നാലേ അമ്മ അച്ഛന്ന് വിളിക്കാം, അല്ലെങ്കിൽ അമ്മയെന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അമ്മയ്ക്ക് അമ്മയുടെ അല്ല അമ്മായി അമ്മയുടെ സ്വഭാവ. അച്ഛനാണ് പള്ളിയിൽ അച്ഛന്റെ പ്രകൃതം. ഇതിനിടെ കിടന്ന് കണ്ണീര് കുടിക്കുന്നത് ഞങ്ങളാ. എന്തിനാടാ കണ്ണീര് കുടിക്കണേ? ആ കിണറ്റിൽ നല്ല വെള്ളം കിടപ്പുണ്ടല്ലോ, കോരിക്കോരി കുടിച്ചൂടെ? എടാ, നിന്റെ ഭാര്യ മൂന്നാമതൊരു പെങ്കുഞ്ഞിനെ പ്രസവിച്ചപ്പോ ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ വേറെ കല്യാണം കഴിക്കാൻ. എന്നിട്ടിപ്പ എന്തായി? തറവാട് പിടിക്കാൻ 2 സന്തതികളെ കിട്ടിയപ്പോ തൃപ്തിയായില്ലേ? അത് എന്റെ കുറ്റം കൊണ്ടാണോ അപ്പൂപ്പ? ഒരു ആൺകുട്ടിയെ കിട്ടാൻ വേണ്ടിട്ടല്ലേ കുടുംബാസൂത്രണം പോലും മറന്ന് ഞാൻ 5 കുട്ടികളുടെ തന്തയായത്. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ചേട്ടൻ ചേട്ടത്തെയും വിളിച്ചതിനകത്തേക്ക് കയറ്. ആ ഇതിനകത്തേക്ക് കാലെടുത്ത് കൂത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് താമസിക്കാൻ നിന്റെ ഓഹരിയിൽ ഒരു വീട് ഞാൻ പണിതിട്ടുണ്ട്, അങ്ങോട്ട് പോയിക്കോ. ഞാൻ ഇതിനകത്ത് കയറും, ഇതെനിക്ക് കൂടി അവകാശപ്പെട്ട വീടാ. ഇതിനകത്ത് സ്ഥിരതാമസമാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒരവകാശം ഈ വീട്ടിലോ ഇനിയുള്ള എന്റെ സ്വത്തുക്കളിലോ നിനക്ക് യാതൊരു അവകാശവും ഇല്ല. ഇവിടെ ഒരു ആൺകുട്ടി ജനിക്കട്ടെ, അവന്റെ പേരിലേ ഞാൻ ഇതെല്ലാം എഴുതി വെക്കൂ. ആണിനെ പ്രസവിക്കാൻ കഴിയാത്തവൾ ശപിക്കപ്പെട്ടവളാ. അങ്ങനെ ഒരുത്തിയെ ഞാൻ എന്റെ കൂടെ താമസിപ്പിക്കില്ല. അമ്മ പറഞ്ഞത് കേട്ടില്ലേടാ, അങ്ങോട്ട് പോവാൻ. അച്ഛാ അവിടെ നീ വന്നേ, വെറുതെ അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കാതെ നീ അവളെ കൂട്ടി അങ്ങോട്ട് പോ. ഇതൊന്ന് ആറട്ടെ, ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കാം. അച്ഛാ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോടാ. അച്ഛൻ അമ്മയുടെ ഭർത്താവാണോ അതോ ഭാര്യയാണോ? എന്താ ഇത്ര സംശയം? ഭാര്യ. എന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോരായിരുന്നില്ലേ? അതുമല്ല, അവളുടെ നക്ഷത്രം വിശാഖമാ, വളയില്ല. എന്റെ ആണെങ്കിൽ പെണ്ണുങ്ങളുടെ നാളാ മകം. മകം പിറന്ന മങ്കൻ. ചേട്ടത്തി വിഷമിക്കണ്ടെന്ന്, എല്ലാം നേരെയാവും. ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ഇവിടെ ഒരു ആൺകുട്ടി ജനിക്കണം.
ഇനിയിപ്പോ ഞാനൊരു കല്യാണം കഴിച്ചാലോ ഒന്ന് ആലോചിക്കുക. അങ്ങനെ 50 ലക്ഷവും കാറും നീ ചുളുവിൽ തട്ടിയെടുക്കാന്ന് വിചാരിക്കണ്ട. 6ാമതൊരു അപ്പീൽ കൊടുക്കാൻ പറ്റും. ഞാനും നോക്കട്ടെ. പോടി പോ. ഓ ശ്രീധരേട്ടന്റെ ആ പോക്ക് കണ്ടിട്ട് 6ാമത്തെ അപ്പീൽ ഉടനെ ഉണ്ടാവുന്ന തോന്നുന്നു. ഇനി അപ്പീലുമായിട്ട് അങ്ങോട്ട് ചെന്നാ മതി, ചേട്ടത്തി വാക്കത്തി എടുക്കും. ഹലോ, നെക്സ്റ്റ് ഞാൻ എന്തായിരിക്കടോ? അന്ന് കല്യാണ മണ്ഡപത്തില് ഗാനമേള. സോറി, ഒരു കോള് വിളിച്ചോട്ടെ. ഹലോ ഹലോ, ഇത് ഞാനാ, ബാലചന്ദ്രൻ ഉണ്ണിത്താൻ. ഏത് ബാലചന്ദ്രൻ ഉണ്ണിത്താൻ? എടോ, താനയച്ച പെണ്ണില്ലേ, അവൾക്കൊരു വക എറിഞ്ഞൂടാ. ശ്രുതി തീരെയില്ല. ശ്രുതിയോ? ഏത് ശ്രുതി? അങ്ങനെ കണ്ടവളുമാരെ ഒന്നും എന്റെ ട്രൂപ്പിൽ പാടിക്കാൻ പറ്റില്ല. എടോ, ഇതിലും നന്നായിട്ട് പാടാൻ അറിയാവുന്ന എത്രയോ പെൺകുട്ടികൾ എന്റെ പിന്നാലെ നടക്കാൻ അറിയാമോ? അതൊന്നും എന്റെ ട്രൂപ്പിൽ പറ്റില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ ഇങ്ങോട്ട് അയക്കടാ പുല്ലേ. ഓരോ വായി നോക്കി പട്ടികൾ ഫോണും വെച്ചോണ്ട് വിളിക്കും, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എടോ, തനിക്കറിയോ ഈ മാസം എന്റെ ട്രൂപ്പിന് എത്ര പ്രോഗ്രാം ആണെന്ന്? കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ 33 പരിപാടികളാ. പറ്റിയൊരു പെണ്ണ് കിട്ടിയില്ലെങ്കിലേ ഈ 33 പരിപാടി ഞാൻ ക്യാൻസൽ ചെയ്യും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യും. എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. അല്ലെങ്കിൽ പാടാൻ പറ്റിയൊരു പെണ്ണെ കൊണ്ട് താടോ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അംബികയല്ലേ? അതെ. എനിക്ക് ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ലല്ലേ? അതെ, കുട്ടിക്ക് ഇവിടെയാണ് ജോലിന്ന് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അതെ. പിന്നെ കുട്ടിക്ക് സമ്മതമാണെങ്കിൽ എന്റെ ട്രൂപ്പിൽ പാടാൻ അവസരം തരാം. അയ്യോ, അതെ. എന്റെ ദൈവമേ, ഇതെങ്ങനെ മനസ്സിലായി? ഇതുപോലുള്ള പല അഭ്യാസങ്ങളും ദിവസം ഇവിടെ ഇരുന്ന് കാണുന്നതല്ലേ? ഞാനതല്ല. കാശ് എന്നിട്ട് പൊയ്ക്കോ. എന്താ? കാശ് എന്നിട്ട് പോടോ. അണ്ണാ എന്താടാ അണ്ണൻ വീട്ടിലോട്ടിയില്ലേ? വീട്ടിൽ വലിയ ബഹളം നടക്കുവാ. എന്താ പ്രശ്നം? അണ്ണന്റെ മക്കളും ഭാര്യയും ഭാര്യയുടെ അച്ഛനും വന്നിട്ടുണ്ട്. എന്തോ ഗർഭസംബന്ധമായ പ്രശ്നമാണ്. അണ്ണാ അണ്ണാ മണ്ണെണ്ണ പോത്തെ മുഖത്തൊഴിക്കുന്നത്. സോറി അണ്ണാ, വേഗം വാ, ഇല്ലെങ്കിൽ അണ്ണനും ഭാര്യയായിട്ടുള്ള ബന്ധം കൊച്ചമ്മ ഇന്നത്തോടെ തീർക്കും. എന്റെ മകളെ ഞാൻ വളർത്തിയതേ മര്യാദയ്ക്ക് തന്നെയാ. വളർത്തുദോഷം കാണിച്ച് നിങ്ങളുടെ മകനാ ആ ചെറ്റ. അധികം നിന്ന് കാറാതടോ. 8 മാസം മുമ്പേ ഇവളോട് ഇറങ്ങിപ്പോയതാ. ഇപ്പൊ 5 മാസത്തെ വയറ് മേറിപ്പിച്ച് ഇവിടെ വന്നതെന്ന് ചലിക്കുന്ന എന്തിനാ? തന്റെ മോളോട് തന്നെ ചോദിക്കടോ ആരാ ഉത്തരവാദിയെന്ന്. അമ്മേ, ഓ അമ്മ, ഇത്തിരിയെങ്കിലും നാണോ മാനോ ഉണ്ടെങ്കിൽ നീ നിന്റെ തന്തയെ വിളിച്ചോണ്ട് പോടി. അല്ലെങ്കിലും ഇവിടെ കയറി അടയിരിക്കാൻ വന്നൊന്നുമല്ല. അവനെ ഒന്ന് കാണണം എനിക്ക്. അവനിങ്ങ് വരട്ടെ. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ദിവാരൻ ഇവിടുന്ന് പോകൂ. ഒന്ന് അടങ്ങി ദിവാര. വാപത്തിക്കടോ ഉളുമ്പൻ ഉണ്ണിത്താനെ. അമ്മേ, അച്ഛൻ. ഇവിടെ വാടാ. എന്താ അമ്മേ? ഇവിടെ വരാൻ. നീ എന്നോട് പറഞ്ഞിട്ടില്ലേ ഇവളുടെ വീട്ടിൽ പോയിട്ടില്ലാന്ന്? അതെ. എന്നിട്ടിപ്പോ ഇയാള് വന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? രാത്രി കാലങ്ങളിൽ നീ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് അവിടെ ചെല്ലാറുണ്ടെന്ന്. നീ വരട്ടെ എന്ന് വിചാരിച്ചു ഞാനും ഒന്നും മിണ്ടിയില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇനി ഇവിടെ കയറിക്കൂടാനുള്ള ഉദ്ദേശമാ. പറഞ്ഞു വിടറാ തന്റെ മോളെ. ഉഷേ അച്ഛ പോവാം. നായിന്റെ മോനെ, സ്വന്തം ഭാര്യയുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിന്റെ തന്തയാണെന്ന് പറയാനുള്ള തന്റെ ഇടം പോലും ഇല്ലടാ നിനക്ക്. ഏരപ്പേ, അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കേട്ടില്ലേ? നിങ്ങൾ നിഷേധിക്കുന്ന പോലെ ഇവന് നിഷേധിക്കാൻ പറ്റില്ല. ഇതേ ഇവന്റെ ഭാര്യ, ഈ നിൽക്കുന്നവന്റെ കുട്ടികളാ. തൽക്കാലം ഞാൻ ഇവൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. അവിടെ കയറ്റി പൊറപ്പിക്കാനൊന്നുമല്ല. ഇവൻ അവിടെ വരാറുണ്ടെന്ന് നാട്ടുകാരൊന്ന് ബോധ്യപ്പെടുത്താനാ.
രണ്ടു ദിവസം കഴിഞ്ഞ് വിടാം കേറാ. എടാ, നന്ദി കെട്ട മൃഗമേ. ഛേ, മാട്ടല്ലില്ലാത്തവൻ. 10 ഗുണം 10 ഗുണം. ഓടോ കോപ്പേ, നീ എന്താ പറഞ്ഞത്? ഞാനൊന്നും ഇപ്പൊ പറഞ്ഞില്ല. നീ എന്തോ പറഞ്ഞല്ലോ. അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ. മര്യാദക്ക് പറയുന്നത് നല്ലത്. പറയടോ. ഓടോ കോപ്പേ എന്നാ പറഞ്ഞേ. ഹാ ഓ കോപ്പേന്ന്. മാളവികേ